and same yellow guys kuda pocket bag undu avvalavu povunathu ipo floating market lottanu floating market il poda haya come on show you haya hoodie okke ittittu vandirikkunnathu ഞങ്ങൾ രണ്ടാളും യെല്ലോ ആണ് ഫാമിലി ടൈം 4:06 ആണ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് ഗൈസ് നമ്മൾ വെറുതെ ഗൈസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുമ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കുറേ വട്ടം സ്പീഡ് ബോട്ടിൽ പോയി നമ്മൾ കുറേ വട്ടം സ്പീഡ് ബോട്ടിൽ പോയി ആദ്യമൊക്കെ എനിക്ക് ചെറുതായിട്ട് പേടിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ പേടി മാറി അങ്ങനെയില്ല അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോകണോണ്ട് പിന്നെയും ബോട്ടിൽ പോകുന്നു സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ആ ഒരു ഹൈവേ ഇതൊക്കെ കാണാം അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് വി റീച്ച്ഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഗൈസ് നമ്മളവിടെ ക്രോക്കോഡൈലുണ്ട് പിന്നെ വേറെന്തൊക്കെയോ കീ ചെയിൻസ് ഉണ്ട് അല്ല അവിടെ ഉണ്ടോന്നും അറിയില്ല അവിടെ മോളിൽ അവിടെ ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ മോളിൽ നമുക്ക് പോയി വാങ്ങിക്കണം മോളിൽ നമ്മൾ ബാങ്കോക്കിൽ ഉണ്ടാവുക ഇതിപ്പോൾ പട്ടായ ആയതുകൊണ്ടാണ് അല്ലെ ബാങ്കോക്കിൽ എത്തിയിട്ടുണ്ട് എന്താ തന്നെ ചെയ്യണത് ഫുഡൊക്കെ ആരാവോ For you see original Thailand, original Thai. ഗൈസ് നമ്മൾ ഒരു വെള്ളത്തിൽ കൂടെ നടക്കാൻ പോവാണ് വെള്ളമല്ല കൈൻഡ് ഓഫ് ഒരു ബ്രിഡ്ജാണ് ബ്രിഡ്ജിലൂടെ കണ്ടത് തോണിയൊക്കെ ഉണ്ട് തോണിയിലിരുന്നു ഹയ ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ തോണിയിൽ കയറുന്നത് യെസ് ഓ വെള്ളം തൊടാൻ പറ്റും വേറെ ബോട്ടൊക്കെ കാണും വെള്ളം തൊടാൻ എടുത്തെടുത്ത് ഇവിടൊക്കെ വെള്ളത്തിലൂടെ പോവാണ് ഓള് തിരിയുമ്പോ അതിനനുസരിച്ച് ബോട്ടും തിരിയുന്നുണ്ട് ഇതെന്തൊരു ബോള് പോലത്തെ സാധനം ഇവിടെയൊക്കെ ഫുള്ളും കടയാണ് അങ്ങനെയായിട്ടാണ് അത് ഉദ്ദേശിച്ചത് എനിക്ക് ഒരു പാട്ട് മേബി അതാ അവിടെ മീനുണ്ട് കൊള്ളാം നേരത്തെ പറഞ്ഞ നന്നായി ഇതിനുള്ളിൽ വലിയ മീനുണ്ട് അപ്പൊ കൈയിടാൻ പാടില്ല എന്ന് നമ്മുടെ തിപ്പിള പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തോന്നുന്നു നടന്നു പോകുന്നു ഭയങ്കരമായിട്ട് സ്റ്റോർസ് ഉണ്ട് അയ്യോ ഡ്രസ്സിൻ്റെ സ്റ്റോർസ് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ
എന്തായതാവോ? എന്തത്? ഒരു ബോർഡാണ് തോന്നുന്നു. മലയാളിയാ? ഇവരല്ലത്. We landed. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സ്മൂത്തീസ് ഉണ്ട്. നമ്മളിവിടെ ലാൻഡ് ആയിട്ടോ. ഇവിടെ വേറെ ഒരെണ്ണം. വേറെ ഒരാള്. ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നന്നായിട്ട് ഇറങ്ങി ഐശ്വര്യം വേണ്ടി ദുലാല ഷോപ്പ്, അനന്ത് ഷോപ്പ് നോക്കണല്ലോ. ഇല്ല ഗൈസ്, നമ്മൾ മുത്തക്ക് വന്നിട്ടുണ്ട്. ബാമിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. വാവ്, ഇതാണ് ആ ബാം. ഇത് അവിടെ തന്നെ കണ്ട സെയിം സാധനം ക്യാനിലുണ്ടോ മാംഗോൻ്റെ ഷേപ്പൊക്കെ. ഇത് സോപ്പാണെന്ന് തോന്നുന്നു. അല്ല, ഇത് ക്യാനില്ല, ഇത് ചേർക്കാൻ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് വാങ്ങിക്കാനാണ്. ഇത് സ്മോക്ക് വരുന്ന സാധനമാണ്. ഇതിൻ്റെ വില കണ്ടോ? സെയിലാണ്, സെയില്. ഇത് കണ്ടോ? ഇത് നല്ലതാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ വന്നത്. ഇതിന് 50 ബാത്താണ്. പിന്നെ ഇങ്ങനത്തെ ഇതൊരു വില. അപ്പോൾ ഇതിനൊക്കെ 200 ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ പ്രൈസ്ലെസ്. എന്ത് രസമാണെന്നറിയോ, ഇഷ്ടപ്പെട്ടു. ഇവിടത്തൊക്കെ മൊത്തം എലിഫാൻറ്റിൻ്റെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ എലിഫാൻ്റാണെന്ന്. ഇതാണ് മാംഗോൻ്റെ, മാംഗോ അല്ല, കോക്കനട്ടിൻ്റെ ഒരു ഐസ്ക്രീമാണ്. ഇവിടെ ഫ്ലവർ ഉണ്ട്. മൂണ്ടാലിട്ട് ഫ്ലാഗ്. ഇത് വിഗാണ്. ഒരു ഫോട്ടോ എടുത്തു അടക്ക്. നല്ല രസമുണ്ട്. ഞാൻ ഇത്തിരി എടുക്കുന്നത് 3 നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അപ്പം ഞാനായിട്ട് എന്താ വരാത്ത ടേസ്റ്റില്ലേ? ഇങ്ങനെ ഓരോ സാധനങ്ങളും കീ ചെയിനൊക്കെയാണ്. പക്ഷെ ഇവിടെ നല്ല റേറ്റാണ് ഗൈസ്, ഭയങ്കര റേറ്റാണ്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ 150 ആണ് വരുന്നത്. നമ്മുടെയൊക്കെ ഇന്ത്യൻ റേറ്റ് നോക്കുമ്പം ഏറെ ഭയങ്കര ഇതാണ്. ഇതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിൽ സ്റ്റിക്കി റൈസിൻ്റെ ഉള്ളിൽ ഇതാണ്, എന്നിട്ട് മാംഗോ ഇവിടെ മേളിലും. ഇതെന്താണ്?
എടുക്ക്. ഒറ്റ മിനിറ്റ്, ഇത് എനിക്കിങ്ങനെ പീസാവില്ല. ഞാൻ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്റ്റിക്കി റൈസിൻ്റെ കൂടെയും ടേസ്റ്റ് ഉണ്ട്. നല്ല എനിക്ക് മാംഗോ ഇഷ്ടപ്പെട്ട, പക്ഷെ അയക്ക് റൈസ് കഴിച്ചത് ഇഷ്ടപ്പെട്ടത്. റൈസും കൂടെ മറ്റേ തേങ്ങാപ്പാൽ ഇട്ടുകൊണ്ട് അതാണ് ഹയക്ക് ഇഷ്ടപ്പെട്ടത്. ഹയ, ടെൽ യുവർ അഭിപ്രായം പ്ലീസ്. എനിക്ക് വലുതായിട്ട് ഇവള് ലാസ്റ്റ് മാംഗോൻ്റെ പീസ് വന്നപ്പോൾ അവളത് എടുത്തിട്ട് പറയാ എനിക്ക് മാംഗോ മാത്രം മതി, എനിക്ക് റൈസ് വേണ്ട. ഞാനെന്ത് ചെയ്തു, ഞാൻ ആ ഫോർക്കായി നിന്ന് കുറച്ച് എടുത്തിട്ട് അവൾ തിന്നാൻ നേരത്തെ അവളെ വാരിക്കൂട്ടിട്ടു. അപ്പം നമ്മൾ ബാഗ് വാങ്ങിക്കാനായിരുന്നു ഫ്രണ്ട്സിന്. ബട്ട് നമ്മൾ വേറൊരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്താ ഇപ്പം നമ്മളെങ്ങോട്ടാ? നമ്മളിനി റൂമിലേക്കാണ് തോന്നുന്നത്. നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അപ്പം അവരെ കാണാൻ അറിയില്ല. ഇനി എന്തെങ്കിലും മാർക്കറ്റിന് പോകുന്നുണ്ടെന്ന് കഴിച്ചിട്ട് വന്നോളൂ. ഇട്ട് വെച്ചോടെ വന്നോട്ടെ. നമ്മൾ കാല് ഇട്ട് ഇങ്ങനെ ചെറിയ മീൻ വന്ന് ഇങ്ങനെ കടിക്കും. അതിൻ്റെയിലൊക്കെ അതിൻ്റെ അത് ക്ലിയറായി കാണില്ല. കൈയിടുമ്പോൾ വരും. ഇവിടെ ടോയും ഉണ്ട്, അതിൻ്റെ വെറുതെ ഒരു ടോയ് ഇട്ടിട്ടുണ്ട്. പോയോ? ആ അതെ, വന്നിട്ട് ഒരു ഭംഗിക്ക് ഒന്ന് കാണിക്കുന്നു. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്താന്ന് ആർക്കറിയാം. എൻ്റെ കാല് പൊട്ടിയാണ്. ഇതിന് ഡോക്ടേഴ്സ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ സ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണെന്നാണ് തോന്നുന്നത്. അത് എനിക്കൊന്ന് ഡിന്നർ കഴിക്കാൻ പോവാണ്, കറക്റ്റ് അറിയില്ല. ഇതൊന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. ഹായ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സ്പാ? എനിക്കും ഇഡ്ഡലി ആയിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ മുഖ്യ ഭാഗത്തുണ്ട് ചില കാല് പൊട്ടിയ സ്ഥലത്തേക്കൊക്കെ അവിടാണ് വേദന. പിന്നെ നമ്മള് വലുതായിട്ടൊന്നും അടുത്ത സ്റ്റേഷൻ എവിടാന്ന് വെച്ചാൽ കാണാം. നമ്മള് മാംഗോ സ്റ്റിക്കി റൈസ്, പിന്നെ എന്തായിരുന്നു കോക്കനട്ട് ഐസ്ക്രീം, പിന്നെ കുറച്ച് 2 ഷർട്ട് മേടിച്ചിട്ടുണ്ട്. ഇതാണ് മേടിച്ചത്.